നടന്ന ആ മുഖാമുഖത്തിൽ കൃത്യമായി SSFന്റെ പ്രതിനിധികൾ വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം സംവാദത്തിലേക്ക് അവർ ഇറങ്ങി വരേണ്ടുന്ന ഗതികേടുണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വ്യക്തമായി വിഷയം ഇവിടെ എഴുതുകയും ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് എഴുതേണ്ടി വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയ വ്യവസ്ഥാ ചർച്ചയുടെ 4ാമത്തെ റൗണ്ടാണ് ഇവിടെ പുളിക്കലിൽ ഇരിഞ്ഞാന്ന് നടന്നത്. ഏറ്റവും ആദ്യമായിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ നടന്നത് സംവാദമല്ല, സംവാദത്തിന്റെ മുന്നോടിയായി നടത്തുന്ന എങ്ങനെ സംവാദം നടത്തണം എന്നതിന്റെ നിബന്ധനകൾ ചർച്ച ചെയ്തു തീരുമാനിക്കുന്നതിനെ കുറിച്ചാണ് വ്യവസ്ഥ എന്ന് പറയുക. വ്യവസ്ഥ എന്നുള്ളത് സംവാദമല്ല. സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, സംവാദത്തിന്റെ വ്യവസ്ഥ എന്താണ്, ഇത് രണ്ടും തിരിച്ചറിയാതെ പോയി മിനിഞ്ഞാന്ന് പുളിക്കലിലേക്ക് കടന്നു വന്ന ആ കുട്ടികൾ. അവർക്കത് തിരിച്ചറിഞ്ഞില്ല. സ്വന്തം ബിരുദത്തിന്റെ പേര് പോലും പറയാൻ സാധിക്കാത്തവർ. ഒരാള് നദവിയാണ്. എന്റെ അയാൾ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാനൊരു നദവിയാണ് എന്ന് അയാളെ ബിരുദം പറയാൻ അയാൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? എന്നിട്ട് ഇവിടെ നായകത്വ വേഷം അണിഞ്ഞുകൊണ്ട് ഷാല് കൊടുക്കുകയാണ് സംവാദത്തിന്റെ നായകൻ. നിങ്ങൾ നോക്കൂ, ഇതൊരു പണ്ഡിതോചിതമായി ചർച്ച ചെയ്തുകൊണ്ട് കേരളീയ മുസ്ലിംകൾക്ക് ഇതിന്റെ യഥാർത്ഥമായ യാഥാർത്ഥ്യം വിശദീകരിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സതുദ്ദേശപരമായി നടത്തപ്പെടേണ്ടുന്ന ഒരു സംവാദത്തിലേക്ക് പണ്ഡിതന്മാർ 7 പണ്ഡിതന്മാർ വേണമെന്ന് കരാറ് പറഞ്ഞയാളുകൾ ആ കരാർ ലംഘിക്കുകയാണ്. 4ാമത്തെ റൗണ്ട് ആയിരുന്നു പുലിക്കലിൽ നടന്നത്. 1ാമത് സംവാദത്തിന്റെ വ്യവസ്ഥയുടെ ചർച്ച നടന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കീഴ്ശ്ശേരിയിലുള്ള തനിയാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. തനിയാമ്പുറത്തിലും ഇതുപോലെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിക്കൊണ്ട് ആ മദ്രസയുടെ ഉള്ളിൽ ഞങ്ങൾ പ്രത്യേകം സൗകര്യപ്പെടുത്തിയ ഞങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് ഞങ്ങളിരുന്നു. മറുപക്ഷത്തിന്റെ പണ്ഡിതന്മാരെ കാണുന്നില്ല. 9 മണിക്ക് കൃത്യം ഞങ്ങൾ അവിടെ ചെന്നു. 10 മണിയായിട്ടും മറുപക്ഷത്തിന്റെ പണ്ഡിതന്മാരെ കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു, എവിടെ പോയി നിങ്ങളെ പണ്ഡിതന്മാർ? ഈ വിഷയം സംവാദത്തിന്റെ വ്യവസ്ഥ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇവിടെ വരാമെന്നേറ്റ പണ്ഡിതന്മാരെവിടെ? അന്ന് ഞങ്ങൾ ചോദിച്ചു. മിനിഞ്ഞാന്ന് പുലിക്കലിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ച അതേ ചോദ്യം അന്ന് തനിയാമ്പുറത്ത് വെച്ച് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അന്ന് അവർ പറഞ്ഞ മറുപടി കീഴ്ശ്ശേരി ബ്ലോക്കിൽപ്പെട്ടതാണ് എന്നാ പറഞ്ഞ മറുപടി. കീഴ്ശ്ശേരി ബ്ലോക്കിൽപ്പെട്ട് 1 മണിക്കൂർ വൈകോ? ഇതെന്താ ബോംബെ നഗരാണോ കീഴ്ശ്ശേരി എന്ന് പറയുന്നത്? കീഴ്ശ്ശേരി ബ്ലോക്കിൽപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഉസ്താദുമാരെ എത്താത്തത്. ഇവിടുന്ന് ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പുറത്ത് വന്നിട്ടുള്ളത്? ഒന്ന് സലീം ഇർഫാനിയാണ്, ഒന്ന് മറ്റേയാളാണ്, ഒന്ന് MT അബൂബക്കർ ദാരിമിയാണ്. ഇങ്ങനെ നമ്മളെ വിളിച്ചു പറയാണ്. പരിസരത്തൊളിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എന്താണ് സദസ്സിലേക്ക് കടന്നു വരാത്തത് എന്ന് ഞങ്ങൾ നിരന്തരമായി അവരോട് ചോദിക്കുമ്പോൾ അവസാനം നൗഷാദ് അഹ്സനിയും അതുപോലെ തന്നെ നമ്മുടെ രാമന്തലി സാഹിബൊക്കെ ഇങ്ങനെ നെല്ലെ പതുക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അന്ന് അവർ പറഞ്ഞത് മർക്കസിലുള്ള മുടി വ്യാജമാണെന്നതിനെ കുറിച്ചുള്ള ആ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ അവർ പറഞ്ഞു മർക്കസിലുള്ള മുടിയോടൊപ്പം വേലൂരിലുള്ള മുടിയും ചർച്ച ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കൃത്യമായ ഒരു അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിടയിൽ തർക്കമുള്ള കേശങ്ങളെ കുറിച്ചുള്ള സംവാദം. വേലൂരിലെ മുടിയെ സംബന്ധിച്ച്, കേശത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ?
വേലൂരിലുള്ള മുടി നൂറ്റാണ്ടുകളായിട്ട് ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചു പോരുന്ന ആ പരമയാഥാർത്ഥ്യമായ ആ കേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾക്കുണ്ടോ? അവർക്കില്ല. ഇതെന്തിനാ സംവാദം? പുണ്യ റസൂലിന്റേതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന കള്ളമൊഴിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ധൈര്യമുണ്ടോ നൗഷാദ് ഹസനി? അന്ന് നൗഷാദ് ഹസനി കൊതറിച്ചാടി രക്ഷപ്പെട്ടുപോയി. പിന്നെ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്കിരുന്നത് തൃശൂർ ജില്ലയിലുള്ള പാരിപ്പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു. പാരിപ്പള്ളിയിലും ഇതേ തന്ത്രം പയറ്റിക്കൊണ്ട് വ്യവസ്ഥയിൽ നിന്ന് അവർ കുതിരി രക്ഷപ്പെടുകയാണ്. ഇതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് മൂന്നാമതുണ്ടായതാണ് മണ്ണാർക്കാട് വെച്ചുകൊണ്ടുള്ള സംവാദത്തിന്റെ വ്യവസ്ഥ. സംവാദമല്ല, ഏപ്പിക്കാരാ SSFകാരാ പഠിച്ചോ, എന്താണ് സംവാദം, എന്താണ് വ്യവസ്ഥ, എന്താണ് പ്രമാണം, നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താണ് പ്രമാണമാക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇൻഷാ അല്ലാഹ് മിനിഞ്ഞാന്ന് 22-ാം തീയതി പുലിക്കലിൽ വെച്ചുകൊണ്ട് നടന്ന സംവാദത്തിന്റെ വ്യവസ്ഥയുടെ നിജസ്ഥിതി എന്താണ് എന്ന് ഇവിടെ ക്ലിപ്പിംഗ് സഹിതം എന്റെ ബഹുമാന്യ സുഹൃത്ത് അഷ്റഫി ഉസ്താദ് ഇന്നിവിടെ പ്രസംഗിക്കാൻ പോവുകയാണ്. ആ CD ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വിതരണം ചെയ്യും. ഇന്നലെ പറഞ്ഞല്ലോ SKSFകാരൻ ആ CD സമ്പൂർണ്ണമായി ഇറക്കാനെന്ന് പറഞ്ഞല്ലോ. ഒരു വിദ്വാനിവിടെ പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ ഇറക്കുക തന്നെ ചെയ്യും. പക്ഷെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ CD ഇറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? SSFകാരന് മിനിഞ്ഞാന്ന് നടന്ന ആ സംവാദ വ്യവസ്ഥയുടെ ചർച്ചയുടെ CD ഇറക്കാൻ നിങ്ങൾക്ക് ആണവമുണ്ടോ? നിങ്ങൾ വെല്ലുവിളിക്കുക. കാരണം എന്തുകൊണ്ട്? മണ്ണാർക്കാട് നടന്ന സംവാദത്തിന്റെ CD ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മണ്ണാർക്കാട് നടന്ന സംവാദ വ്യവസ്ഥയുടെ CD ഞങ്ങൾ ഇറക്കി. ആയിരക്കണക്കിന് കോപ്പികൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഞങ്ങൾ ചെലവാക്കി. എത്ര ആളുകൾ അത് കണ്ടു? ലോകം മുഴുവൻ അത് വീക്ഷിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, SSFകാരാ, നിങ്ങളുടെ കോഴിക്കോടുള്ള ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയുടെ CD വാങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തേ നിങ്ങൾ അറിയാത്തത്? മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയുടെ CD SSFകാരൻ പ്രദർശിപ്പിച്ചാൽ SSFകാരന്റെ കാന്തപുരം പറഞ്ഞിട്ടുണ്ടാകും ഇറക്കാൻ പാടില്ല. അത് ഇറക്കിയാൽ നമുക്ക് ദോഷം ചെയ്യും. അന്നവര് മുങ്ങി. അന്നവര് വാദം എഴുതാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ വാദം കൃത്യമായി എന്ന് പറഞ്ഞു. കാരൻപൂർ മർക്കസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നബിയുടേതാണെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന കേശങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ലേ അല്ല ഞങ്ങളുടെ വാദം. അപ്പൊ എന്താ നമ്മളെ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച എന്താണ് അയാളുടെ പേര്? സാലിബ് കുല്ലി സഖാഫി. സാലിബ് കുല്ലി സഖാഫി എന്താ പറഞ്ഞത് അറിയോ? ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി കൊടുത്തു, മധ്യസ്ഥന്മാർക്ക് എഴുതി കൊടുത്തു. അപ്പൊ അവരുടെ വാദം എന്താണെന്നറിയോ? അവരുടെ വാദം അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അതാണോ വാദം? നിങ്ങളുടെ വാദം എന്താണ്? മർക്കസുൽ മുടിയെ സംബന്ധിച്ച് അല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അല്ല എന്ന് ഞങ്ങൾക്കും ആണ് എന്ന് നിങ്ങൾക്കും തെളിയിക്കാൻ കഴിയുമോ എന്ന് മാറ്റിവെക്കാൻ വേണ്ടിയാണ് സംവാദം എന്ന് പറയുന്നത്. അത് സംവാദത്തിലാണ് പരിശോധിക്കുക. അത് ജനങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് ഇവർക്ക് ഇവരുടെ ഈ കേശത്തിനെ കുറിച്ച് എന്താണ് അവരുടെ വാദം എന്ന് പോലും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. വാദമെന്തെന്ന് രേഖപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. എന്നിട്ട് പറയാം അത് സാലിബ് കുല്ലിയാണ്. അതൊരു ഗ്രാമറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സാലിബ് കുല്ലിയാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ലല്ലോ എന്താണ് ഈ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന് കിതാബ് ഓതി? സാലിബ് കുല്ലിയ എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾ സാലിബ് കുല്ലിയ എന്ന് നിങ്ങൾ പറഞ്ഞത്? ഏത് കിതാബാണോ നിങ്ങൾ ഓതിയത്? നിങ്ങൾക്ക് ആരാ ഓടിക്കുന്നത്? എന്താണ് സാലിബ് കുല്ലിയ എന്ന് ഞങ്ങൾ ശക്തമായെന്ന് മണ്ണാർക്കാട് വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അന്ന് മുഖം താഴ്ത്തിയ അതേ മനുഷ്യൻ എന്തുകൊണ്ട് പുലിക്കലിൽ വന്നില്ല? പുലിക്കലിൽ അയാൾ എവിടെയോ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടുതാഴെ ഒളിച്ചിരുന്നല്ലോ. അയാൾക്കറിയാം, ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ആ മനുഷ്യനറിയാം
ഞങ്ങളെ മുമ്പിൽ എങ്ങാനും പ്രത്യക്ഷപ്പെട്ടാൽ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അയാളുടെ സാലിബ കുല്ലിയയുടെ കള്ളത്തരം പൊളിച്ചെഴുതാനുള്ള തന്റെ ഇടത്തിന്റെ മുമ്പിൽ പതറിപ്പോകുമെന്ന് ഭയപ്പെട്ട ആ മനുഷ്യൻ എന്റെ ആ കോണിപ്പടി കഴിഞ്ഞു വരാൻ തയ്യാറാവാതെ എന്നിട്ട് ടീഷർട്ടും ചോന്ന ബനിയനും ധരിച്ച ക്ലീൻ സേവുധാരികളെ ആണത്രേ പറഞ്ഞയച്ചിട്ടുള്ളത്. കാന്തപുരം പറഞ്ഞയച്ചതായിരിക്കും. നിങ്ങൾ നോക്കണം, ഇന്നലെ അവിടെ വന്നത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും. പാന്റും ടീഷർട്ടും ധരിച്ചുകൊണ്ട് തലമറക്കാത്ത ക്ലീൻ ഷൈവാക്കിയ ഏതാനും ഗുണ്ടാ പരിവേഷധാരികളെ കൊണ്ടിറക്കുന്ന ടൈഗർ സുന്നിയ. നിങ്ങൾ ടൈഗർ സുന്നിക്കാരെയാണോ അവിടെ ഇറക്കിയത്? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ 27-ാം തീയതി നടന്ന മുഖാമുഖത്തിൽ കൃത്യമായി SSFന്റെ പ്രവർത്തകനെ കൊണ്ട് ഞങ്ങളെ എഴുതിപ്പിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ച നബിയുടേതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് സൂക്ഷിച്ച കേശങ്ങൾ നബിയുടേതല്ല എന്ന SKSSFന്റെ വാദവുമായിട്ട് സംവദിക്കുവാൻ വേണ്ടി പ്രസ്തുത കേശങ്ങൾ നബിയുടേതാണ്. അവര് SSFന്റെ ആൾക്കാർ ഇവിടുന്ന് നിങ്ങളെ ചവിട്ടാണിക്കുന്നത് പല ആൾക്കാരും സമീപിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങളതിന് സംവാദത്തിന് വരൂല SKSFനായിട്ട്, ഈ മുടിക്ക് വേണ്ടി നടന്നതിന്റെ പേരിൽ ഞങ്ങളെ സംഘടനയിൽ ഇപ്പൊ എന്നെയൊക്കെ പുറത്താക്കിയത്, ഇനി അതിന്റെ പേരിൽ ഞാൻ വരൂല. നിങ്ങൾ നോക്കൂ, 22-ാം തീയതി കൃത്യമായിട്ട് 9 മണിക്ക് തന്നെ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്തിൽ ഞങ്ങളെത്തിയ. അങ്ങനെ 9:10 തന്നെ കൃത്യമായിട്ട് ആ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ ചെന്നിരുന്നു. മറുപക്ഷത്തെ കാണാനില്ല. മണ്ണാർക്കാട് സംഭവിച്ചത് തന്നെയാണ്. മണ്ണാർക്കാട് ഞങ്ങൾ ചെന്നിരുന്നിട്ട് കുറെ നേരം ഇവരെ കാത്തിരിക്കുകയാണ്. ഇവർ കാണുന്നില്ല, ഇവർക്ക് വരാൻ പേടി. എന്നിട്ട് പ്രവർത്തകരുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അണികൾ ചോർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞ് പേക്കൂട്ടുകൾ നടത്തിയിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ കലക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു വന്ന കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഇവർ കടന്നു വരുന്നത്. ആളെ കബളിപ്പിക്കുന്ന ഏർപ്പാട് അതുതന്നെയല്ലേ പൊളിക്കലിൽ സംഭവിച്ചത്. പൊളിക്കലിൽ കൃത്യമായിട്ട് തന്നെ വാദം അവിടെ കൈമാറി, മധ്യസ്ഥന്മാർക്ക് കൈമാറി. എന്താണ് പുലിക്കലിൽ കൈമാറിയത്? കാരന്തൂർ മർക്കസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതല്ല. SKSSFന്റെ വാദം. പ്രസ്തുത കേശങ്ങൾ നബിയുടേതാണ്, SSFന്റെ വാദം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റിൽ നടത്തപ്പെടുന്ന സംവാദത്തിന് വേണ്ടുന്ന വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് മിനിഞ്ഞാന്ന് കൂടിയിട്ടുള്ളത്. സംവാദം നടത്താനല്ല. അടുത്ത ടൈമിൽ ഇനി എന്താണ് ചർച്ച ചെയ്യേണ്ടത്? അപ്പോ അവരുടെ ആള് മൈക്കെടുത്ത് പറയാണ്, നമ്മള് സംവാദത്തിന് വേണ്ടി വ്യവസ്ഥയ്ക്കുമ്പോ വാദം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രമാണമാണ് എഴുതേണ്ടത്. എന്താ പ്രമാണം എന്ന് പറഞ്ഞാല്? ഗ്രന്ഥങ്ങളാണ് പ്രമാണം. നമ്മളൊരു വാദം പറയുമ്പോ ആ വാദത്തിന്റെ തെളിവ് അവതരിപ്പിക്കുവാൻ വേണ്ടി, വായിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ. മുജാഹിദുകളുമായിട്ടാണ് നമ്മൾ സംവാദം നടത്തുന്നതെങ്കിൽ സാധാരണ വാദം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തെഴുതും പ്രമാണം. ഏതാ പ്രമാണം എഴുതുക? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അപ്പൊ പിന്നെ ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, അംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബോ അത് മുജാഹിദ് അംഗീകരിക്കൂല. അപ്പൊ മുജാഹിദ് അംഗീകരിക്കാത്തവരായതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ പ്രമാണം എഴുതുമ്പോ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെയാണ് പ്രമാണം എഴുതാറുള്ളത്. അപ്പൊ ഇവരുടെ പ്രതിനിധി മൈക്കെടുത്തുകൊണ്ട് പറയാണ്, നമ്മള് സുന്നികളായതുകൊണ്ട് സുന്നികൾ തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദത്തിന് ആവശ്യമായ പ്രമാണമാണല്ലോ വേണ്ടത്. അപ്പൊ ആ പ്രമാണം ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഉള്ളവൻ മൈക്കെടുത്തു. ഇൻഷാ അല്ലാഹ് രംഗൊക്കെ ഇവിടെ കാണും, LCD-യിൽ അത് പ്രദർശിപ്പിക്കും. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രമാണം പറയാൻ അറിയൂലാണെങ്കിൽ വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അതിനുള്ള യോഗ്യതയുള്ള ആളല്ല നിങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പറഞ്ഞു തരാം. ഇവരെന്താ വിചാരിച്ചതെന്നറിയും?
ഇവര് ഒരു അജണ്ടയിട്ടാണ് വന്നത്. സാലിബകുല്ലി സക്കാഫി എന്ന് പറയുന്ന ആ സക്കാഫി താഴെ ഇരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളാരും അപ്പൊ അറിഞ്ഞിട്ടില്ല. പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ ഇറങ്ങി പോകുമ്പോൾ ഇയാളവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് ഇയാൾ താഴെ ഉണ്ടെന്ന് നമ്മളൊക്കെ അറിയുന്നത്. അങ്ങനെ ഇവരെന്താണ് ഒരു അജണ്ടയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വ്യവസ്ഥാ ചർച്ച കലക്കണം. അപ്പൊ കലക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? സനത് വേണോ വേണ്ടേ എന്ന് ചോദിച്ചാൽ മതി. സനത് വേണോ വേണ്ടേ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ കിതാബിന്റെ ഇബാറത്തുകളൊക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് ഇവര് കുട്ടികളല്ലേ, അന്തല്ലാതെ തോന്നിയാസം പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇവരെന്തെങ്കിലും ഒച്ചപ്പാടും പാടുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കലക്കി പിരിയാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനൊരു പ്രമാണം പറയും എന്ന് ഇവര് സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. നമ്മളെന്ത് ചെയ്തു? വളരെ കൃത്യമായി, വളരെ ബുദ്ധിപരമായി, ലോകത്ത് ആർക്കു തന്നെ കേട്ടാലും ഇത്രമാത്രം ബുദ്ധിപരവും പ്രമാണബന്ധിതവുമായ ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ SKSF പണ്ഡിതന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ പറഞ്ഞു, കാന്തപുരം സൂക്ഷിച്ച മുടി കള്ളമുടിയാണ് എന്ന ഞങ്ങളുടെ വാദം ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളുടെ പ്രമാണം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഗ്രന്ഥങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല പ്രമാണങ്ങളും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവര് മൈക്കെടുത്തു. ഇവര് പ്രമാണം പറയുന്നില്ല. ഇവര് പറയാം, നിങ്ങൾ കവലകൾ തോറും പറഞ്ഞല്ലോ സനത് വേണം, സനത് വേണമെന്ന് പറഞ്ഞല്ലോ. സനത് വേണം എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു അതൊക്കെ സംവാദത്തിൽ പറഞ്ഞുതരാം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ അല്ല ചോദിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിന്റെ മറുപടി ഞങ്ങളിൽ നിന്ന് കിട്ടാൻ ആവശ്യമായ ഒരു സംവാദം നമുക്ക് നിശ്ചയിക്കണം. ആ നിശ്ചയിക്കുന്ന സംവാദത്തിൽ ഏതായിരിക്കണം പ്രമാണം? ഗ്രന്ഥങ്ങൾ ഏതായിരിക്കണം? ഖുർആനാണോ പ്രമാണം? ഹദീസാണോ പ്രമാണം? ഇമാമികളുടെ കിതാബുകളാണോ പ്രമാണം? അത് തീരുമാനിക്കണം. ആദ്യം അത് പറ. നിങ്ങൾ ഈ പറഞ്ഞതിന് ഏതാ നിങ്ങൾ പ്രമാണം? അപ്പൊ അവര് പറഞ്ഞു അത് കിതാബിലുണ്ടാവില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു എന്ത് പൊട്ടത്തരാ നിങ്ങൾ പറയുന്നത്? മമ്പുറന്തങ്ങളെ കാക്കണേ എന്ന് ഇവിടുന്ന് ഒരാൾ സഹായം ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? ശിർക്കാണ് എന്ന് മുജാഹിദ്, ശിർക്കല്ലാതെ സുന്നി. അങ്ങനെ സംവാദം വെച്ചു. വാദന്താ? മമ്പുറന്തങ്ങളെ കാക്കണേ ശിർക്കാണ് മുജാഹിദ്, മമ്പുറന്തങ്ങളെ കാക്കണേ ശിർക്കല്ല സുന്നി. അപ്പൊ വാദം തീരുമാനം. ഇനി കിതാബ് ഏതാണ്? പ്രമാണം ഏതാണ്? പ്രമാണം പറയുമ്പോൾ നമ്മൾ പറയും ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അപ്പൊ മുജാഹിദേരൻ ചോദിക്കാണ്, മമ്പുറന്തങ്ങളോട് ഖുർആൻ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? ഈ ആളുകൾക്ക് എന്താണ് സംവാദം, എന്താണ് വ്യവസ്ഥ, എന്താണ് പ്രമാണം ഒന്നും അറിയില്ല. എന്നിട്ട് ഈ അറിയാത്ത ഗുണ്ടാ പരിവേഷധാരികളായ ആളുകളെയാണോ നിങ്ങൾക്ക് പുളിക്കലേക്ക് പറഞ്ഞേക്കാൻ കിട്ടിയത്? നിങ്ങൾക്ക് ആയിരക്കണക്കിന് അനുയായികള് അല്ലെങ്കിൽ നിങ്ങളുടെ സഖാഭിമാര് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ഇതൊന്നും അറിയാത്ത ഏഴാം കൂലികളുമായിട്ട് നിങ്ങൾ കടന്നു വന്നത് എന്തിനാണ് നിങ്ങൾ കടന്നു വന്നത്? ഞങ്ങൾ SKSF ആളുകൾക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട്. ഇത് അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ കാര്യം വ്യാജമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സംവാദത്തിന് ഒരുങ്ങേണ്ടതുണ്ട്. അപ്പൊ ഇവര് ചോദിക്കുക, എന്നാ പിന്നെ ഞങ്ങള് ഏതുമായിട്ടാണ് വരേണ്ടത്? നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണം പറയാം. ഇനി സിറാജ് ദിനപത്രമാണോ നിങ്ങളുടെ പ്രമാണം? എഴുതിക്കോളൂ. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ആ പ്രമാണം നിങ്ങൾക്ക് പറ്റില്ല എന്നാണോ? പറ്റില്ല എന്ന് പറഞ്ഞോളൂ. പറ്റുമെന്നാണോ? എന്നാൽ അത് എഴുതിക്കോളൂ. അല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രമാണം പറയാനുണ്ടോ? എഴുതിക്കോളൂ. ഇനി ഒരു പ്രമാണം നിങ്ങൾക്കില്ലേ? ബ്ലാങ്കായി കടന്നോട്ടെ, അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഒരു പറയാ, ചിലത് വേണോ വേണ്ടേ?
ഞങ്ങൾ പറഞ്ഞു അഹ്ലുസുന്നയുടെ കിതാബുകളില് സനദ് വേണം എന്നാണോ ഉള്ളത്? എന്നാൽ നിങ്ങൾ സനദ് കൊണ്ടുവരണം. അഹ്ലുസുന്നയുടെ കിതാബുകളിൽ ഇമാമുമാര് എന്താ പറഞ്ഞത്? സനദ് വേണമെന്നാണോ പറഞ്ഞത്? എന്നാൽ നിങ്ങൾ സനദ് കൊണ്ടുവരേണ്ടി വരും. ഞങ്ങളുമായി നടത്തുന്ന സംവാദത്തിൽ നിങ്ങൾ സനദ് കൊണ്ടുവരേണ്ടി വരും. അല്ല, അഹ്ലുസുന്നയുടെ കിതാബുകളില് സനദ് വേണ്ട എന്നാണോ ഉള്ളത്? എന്നാൽ നിങ്ങൾ സനദ് കൊണ്ടുവരേണ്ട. എന്താണ് കിതാബിലുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പൊ പ്രമാണം എന്ത് കിടക്കട്ടെ? അഹ്ലുസുന്നയുടെ കിതാബുകൾ എന്ന് കിടക്കട്ടെ. അപ്പൊ ഇവര് പറയാ സനദ് വേണമെന്ന് പറഞ്ഞത് അത് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും അതുപോലെ ഇബ്നു തൈമിയ്യയുടെയും വാദമാണ്. ഞങ്ങൾ പറഞ്ഞു അല്ല, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിൽ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ പെടില്ല. പഠിച്ചു വെച്ചോ, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞതില് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബുകൾ പെടില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞങ്ങളെ പറ്റി? ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബും അഹ്ലുസുന്നയുടെ ഇമാമുമാരല്ല. കാന്തപുരത്തിന്റെ ആൾക്കാരെ വിചാരപ്പന്ത വഹാബി നേതാക്കന്മാരൊക്കെ അഹ്ലുസുന്നന്റെ ഇമാമിയങ്ങളാണ്. എവിടേക്കെത്തി നിങ്ങള്? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് ഉണ്ടാകുകയില്ല എന്ന് പരസ്യമായി ഇവിടെ പ്രസിദ്ധം ചെയ്ത മുഫ്തിമാരുടെ സംഘടനയ്ക്ക് ഇതിലും ഇതിലപ്പുറം പറയേണ്ടി വരും, സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് എന്റെ സഹോദരന്മാരെ, ഇവര് പ്രമാണം എഴുതാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞു അഹ്ലുസുന്നയുടെ കിതാബുകൾ വെച്ചിട്ട് സനദ് വേണം എന്നാണോ? സനദ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. വേണ്ട എന്നാണോ? ഹാജരാക്കണ്ട. അപ്പൊ ഇവര് പറയാണ് അഹ്ലുസുന്നയുടെ ഒരു കിതാബിനും സനദ് വേണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മുടിക്കുട്ടികളെ, ശൈരിയാക്കളെ, SSFകാരാ, നിങ്ങൾക്ക് വളരെ സുഖല്ലേ സംവാദത്തിൽ ജയിക്കാന്? കാരണം ഞങ്ങളാ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ കിതാബ് വെച്ചിട്ടാ ഞങ്ങൾ സംവാദത്തിന് വരാം. നിങ്ങൾക്ക് സംവാദത്തിൽ ചോദിച്ചൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതു കിതാബിലാണ് സനദിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ മുട്ടിച്ചൂടെ? അല്ലേ? സംവാദത്തിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ മുട്ടിച്ചൂടെ? ഞങ്ങളെ പരാജയപ്പെടുത്തിക്കൂടെ? എന്തേ നിങ്ങൾക്ക് ധൈര്യം വരാതിരുന്നത്? എന്നിട്ട് ഏഴാം കിട ആളുകളെ പറഞ്ഞയച്ചിട്ട് എന്നിട്ട് കലക്കിയ ആൾക്കാർക്ക് സ്വീകരണം കൊടുക്കുക. എന്തൊരു അതിശയം, വല്ലാത്തൊരു പുതുമ തന്നെ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. ഇന്നലെ പ്രസംഗിച്ച സഖാഫി എന്താ പറഞ്ഞത്? ഇന്നലെ പ്രസംഗിച്ച സഖാഫി പറയാണ്, ഒരാളിപ്പോ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയാണ്, മോനെ മോനെ എന്റെ വാപ്പല്ലട്ടോ, എന്റെ അമ്മാനെ വേറെ ആരോ പറ്റിച്ചിട്ടുണ്ടായതാട്ടോ എന്ന് പറഞ്ഞാല് നമ്മൾ വാപ്പാനെ ബഹുമാനിക്കാൻ പറ്റുമോ? വാപ്പാനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? അതിന്റെ വാപ്പല്ല എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? വാപ്പ എല്ലാതിരിക്കാനും ഒരു സാധ്യത ഉണ്ടായിക്കൂടെ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? സഖാഫി, നിങ്ങളെ ഉദാഹരണം തെറ്റിപ്പറ്റിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജാഫർ സഖാഫി, നിങ്ങളുടെ ഉദാഹരണം തെറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല ഉദാഹരണം പറയേണ്ടത്. ജാഫർ സഖാഫി ഇന്നലെ ചവിട്ടാണിക്കുന്നിൽ പ്രസംഗിച്ചതിനു ശേഷം നേരെ വണ്ടി കയറി പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? തൃശൂർ ജില്ലയിലുള്ള കയ്പമംഗലത്തുള്ള തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജാഫർ സഖാഫിയുടെ കയ്യിൽ ഒരു ചോര പൈതൽ, ഒരു കുട്ടിയുമുണ്ട്. ഒരു കുട്ടിയെ തൊക്കത്ത് വെച്ചുകൊണ്ട് തോളത്ത് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നു. ആ സമയത്ത് ജാഫർ സഖാഫിയുടെ പെണ്ണുങ്ങൾ ചോദിക്കാണ്, അല്ല എവിടുന്ന് കിട്ടി ഈ കുട്ടി എവിടുന്നാ കിട്ടിയത്? അപ്പൊ ജാഫർ സഖാഫി പറഞ്ഞത്, എന്റെ കുട്ടിയാണ്. നിങ്ങൾക്ക് ഈ കുട്ടിനെ എവിടുന്നാ കിട്ടിയത്? സംശയം വരൂലേ? ചോദ്യം വരൂലേ? ഭാര്യ ചോദിക്കൂലേ? ജാഫർ സഖാഫി, നിങ്ങൾക്ക് ഈ കുട്ടിനെ എവിടുന്നാ കിട്ടിയതെന്ന് ചോദിക്കൂലേ? ജാഫർ സഖാഫിയുടെ ഉപ്പയും ഉമ്മയും ചോദിക്കൂലേ, മോനെ നിനക്ക് എവിടുന്നാ ഈ കുട്ടിയെ കിട്ടിയത്? നീ പെണ്ണ് കെട്ടിയ പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, ആ പെണ്ണുങ്ങളിലുണ്ടായ കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. ഈ പെണ്ണും കുട്ടികളും അല്ലാതെ വേറെ ഒരു കുട്ടിനെ എവിടുന്ന് കിട്ടി സഖാഫി? എവിടുന്നേലും ഒപ്പിച്ചു കൊണ്ടുവന്നതാണോ? ചോദിക്കൂലേ? ബുദ്ധിയുള്ളവൻ ചോദിക്കൂലേ? അതുതന്നെ അവിടെ സംഭവിച്ചത്.
22-ാം തീയതി പുലിക്കൽ വെച്ചുകൊണ്ട് ഞങ്ങളുമായിട്ട് സംവാദ വ്യവസ്ഥയ്ക്ക് ചർച്ചയ്ക്ക് തീർക്കാൻ വേണ്ടി വന്നപ്പോ ഒരു പെണ്ണെട്ടാത്ത കുട്ടി ആ കൂട്ടത്തിൽ ഇരുന്നല്ലോ. അസ്ലം എന്ന് പറഞ്ഞിട്ട്, അഫ്ലൽ എന്തോ പേരാണ്, കൊണ്ടോട്ടിക്കാരൻ. അവൻ വിവാഹിതനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ പെട്ടെന്ന് ഒരു കുട്ടിയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് ഉമ്മാന്റെയും ബാപ്പാന്റെ അടുത്തേക്ക് ചെല്ലുകയാണോ. പെണ്ണൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. പെണ്ണെട്ടാതെ അവർക്ക് എങ്ങനെ കുട്ടിയുണ്ടായത്? പെണ്ണ് കെട്ടാത്തവ അവൻ എങ്ങനെ കുട്ടിയുണ്ടായി? അവന്റെ വീട്ടുകാർ ചോദിക്കൂലേ, നാട്ടുകാർ ചോദിക്കൂലേ, കൂട്ടുകാർ ചോദിക്കൂലേ? അപ്പൊ അവൻ പറയാണ്, എന്നാലും അത് എന്റെ കുട്ടിയാവാനൊരു സാധ്യതയില്ലേ? ജാഫർ സഖാഫ് എന്താണ് പറഞ്ഞ്? ഇവിടെ മർക്കസിലില്ലാത്ത ഒരു കേസും നബിയുടേതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതെവിടുന്ന് കിട്ടിയെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചോദിക്കൂലേ? അതെവിടുന്ന് കിട്ടി? എന്നിട്ട് ഇയാൾ ചോദിക്കുക, സംഗതി ജാഫർ സഖാഫ് ഇന്നലെ പറഞ്ഞ ആ പ്രസംഗത്തിന്റെ ടോട്ടൽ എന്താ? സംഗതി അത് നബിന്റെതൊന്നുമല്ല. പക്ഷെ ആണെങ്കിലോ എന്നിട്ട് പിന്നെ അയാളെന്നെ പിന്നെ പറഞ്ഞത് പേച്ചു നായക്ക് തോന്നി. പറയാ ആണെങ്കിലോ എന്ന് പറഞ്ഞത് SKSകാരന്റെ ചോദ്യമാണ് കേട്ടോ. സഖാഫി, നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയിലുണ്ടായ കുട്ടികളല്ലാത്ത മറ്റൊരു കുട്ടിയെ നിങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്നാൽ വീട്ടുകാർ ചോദിക്കും, സഖാഫി ജാഫറെ, ഈ കുട്ടി ആരുടേതാണ്? ഇതെവിടുന്ന് കിട്ടി? നിനക്കെങ്ങനെ കിട്ടി? അപ്പൊ ജാഫർ സഖാഫി ചോദിക്കാം വീട്ടുകാരോട്, സംഗതി എന്റേതല്ല, സംഗതി എന്റേതൊന്നുമല്ല, പക്ഷെ എന്റേതാണെങ്കിലോ? അങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ ഉദാഹരണം തെറ്റിയിട്ടുണ്ട് മനുഷ്യ. നിങ്ങൾ നോക്കൂ എന്റെ മുഅ്മിനീങ്ങളെ, കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇമാം തബ്റാനി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ്, ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിന്റെ സൂചന കഴിഞ്ഞ 27-ാം തീയതിയിലുള്ള മുഖാമുഖത്തിൽ കൃത്യമായി അതിന്റെ ചില സൂചനകൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സംഭവം എന്നല്ലേ? ഒരു നാട്ടിലെ കഥ. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ന റജുലൻ ലബിസ ഹുല്ലത്തൻ മിസ്ല ഹുല്ലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിക്കുന്ന വസ്ത്രം പോലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇത് നബിയുടെ വസ്ത്രമാണ് എന്ന് നാട്ടുകാരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നബിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അയാൾ ആ നാട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഈ നാട്ടിലുള്ള ഇന്നാലിന്റെ വീട്ടിൽ നല്ല സുന്ദരിയായൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ നോക്കുവാനും അവളിൽ ആഗ്രഹം ഉണ്ടാക്കാനും എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായം പോലത്തെ കുപ്പായിട്ട് കണ്ടേ ഇത് റസൂലിന്റെ കുപ്പായാണെന്ന് നാട്ടുകാർക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാളിത് പറയാണ്. ആ സമയത്ത് ആ നാട്ടുകാര് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യൂല. ഒരു അന്യ പെണ്ണിനെ അവകാശമില്ലാതെ പാളി നോക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കൂല. അതുകൊണ്ട് നമുക്ക് മദീനയിൽ ചെന്നുകൊണ്ട് ഇത് അന്വേഷിക്കുക തന്നെ വേണം. അങ്ങനെ അവർ ദൂതനെ പറഞ്ഞേക്കുകയാണ്, മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനയിൽ ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സംഭവം ചോദിക്കുകയാണ്, നബിയെ, അങ്ങയുടെ ആസാറുകൾ അങ്ങയുടെ തിരുശേഷിപ്പുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സത്യമാണോ നബിയേ? ചോദിക്ക, ഇതിന്റെ നിജസ്ഥിതി എന്താണ് നബിയേ? സഖാഫി, കിതാബ് പഠിച്ചോ? നിങ്ങൾക്ക് കിതാബ് അറിയൂലെങ്കിൽ നിങ്ങൾക്ക് കിതാബ് ഞങ്ങൾ പഠിപ്പിച്ചു തരും കേട്ടോ. കിതാബ് ഞങ്ങൾ പഠിപ്പിച്ചു തരും. അങ്ങനെ റസൂലുള്ളാഹിനോട് ചോദിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആരാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്? അത് വിശ്വസിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ കുപ്പായം പോലോത്ത കുപ്പായം ഇട്ടുകാണ്ട് വന്നിക്കാണല്ലേ. എന്നാൽ ആ നാട്ടിലെ
അങ്ങനെ സ്വഹാബത്ത് ആ നാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പുറത്തേക്ക് ആ മനുഷ്യനെ ഏതോ ഒരു പാമ്പ് കടിച്ചുകൊണ്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ അയാളെ മറമാടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലത്തെ ഇൻഫർമേഷനും കാര്യങ്ങളും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലല്ലേ. പെട്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞേച്ച് സ്വഹാബത്ത് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു. സ്വഹാബത്ത് എന്ത് ചെയ്തു എന്നല്ലേ, സ്വഹാബത്ത് ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യനെ മാന്തി എടുത്തുകൊണ്ട് ഒരു മരത്തിന്മേൽ കെട്ടിക്കൊണ്ട് കത്തിച്ചുകൊണ്ട് ചാമ്പലാക്കുകയാണ്. എന്നിട്ട് ആ വിവരം റസൂലുള്ളാഹിനോട് വന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പ്രശംസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എന്റെ മേൽ ആര് തന്നെ കള്ളം പറഞ്ഞാലും അവന്റെ സീറ്റ് നരകത്തിലുള്ള സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിന്റെ അഭിനയവുമായിട്ട് ആ നാട്ടിലേക്ക് ചെന്നപ്പോ നാട്ടുകാരെന്താ ചെയ്തത്? അന്വേഷിച്ചു, അത് സത്യമാണോ എന്ന് ചോദിച്ചു. അല്ലേ? അതുകൊണ്ടാണല്ലോ ജാലിയാവാല കൊടുത്ത മർക്കസിലുള്ള ഒരു മുടി ഗൾഫിലുള്ള ഒരു അറബി വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ ഗൾഫിലെത്തിയ ശേഷം അറബി കാന്തപുരത്തിന് വിളിക്കുകയാണ്, അതിന്റെ സനദ് വേണം. അപ്പൊ കാന്തപുരം എന്ത് ചെയ്യാണ്? തനിക്ക് മുടി കൊണ്ടുവന്ന ആരിഫ് സഖാഫി എന്ന് പറയുന്ന അയാളോട് പറയുകയാണ്, ഇതിന്റെ സനദ് വേണം. ഇവിടെ കാന്തപുരത്തിനോട് അറബി സനദ് ചോദിക്കുകയാണ്. അറബിക്ക് സനദ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി കാന്തപുരം ആരിഫ് സഖാഫിയോട് സനദ് ചോദിച്ചില്ലേ? സനദ് ചോദിച്ചാൽ കാഫിറാവുന്ന പറഞ്ഞു. എന്നാ കാന്തപുരം എന്നേ കാഫിറായി. കാരണം അയാളാണ് ആദ്യം സനദ് വെച്ചിട്ടുള്ളത്. അയാളോട് അറബി ഇതൊന്നും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളാ. അയാളോട് അറബി സനദ് വേണമെന്ന് പറഞ്ഞു. അപ്പോ ഇത് എത്തിച്ചു തന്ന ആരിഫിനോട് കാന്തപുരം സനദ് ഏറ്റുവാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കള്ള സനദ് ഉണ്ടാക്കിയിട്ട് അറബിക്ക് കൊടുത്തയച്ചു. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം കാഫിറായോ? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന പൊള്ളിനെ പറ്റിയാണ് മൗദൂ എന്ന് പറയുക. അത് റസൂലുള്ളാഹിന്റെ വാക്കാവട്ടെ, റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയാവട്ടെ, റസൂലുള്ളാഹിന്റെ അനുവാദമാവട്ടെ, റസൂലുള്ളാഹിന്റെ സിഫത്താവട്ടെ, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഏതു കാര്യവും അതിനൊരു അടിസ്ഥാനമില്ലാതെ പറയാൻ പാടില്ല. ഇത് വെറുതെ പറയല്ല, വ്യക്തമായിട്ട് തന്നെ ഇമാമുകൾ പറയുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നു, ലാ ഫർഖ ഫീ തഹരീമിൽ കദിബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയൽ ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ബൈനമാ കാന ഫിൽ അഹ്കാമി വമാ ലാ ഹുക്മ ഫീ. വിധി നിയമങ്ങൾ, വിധി വിലക്കുകളുള്ള വിഷയങ്ങളാവട്ടെ, അല്ലാത്ത നബിയുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, കളവ് പറയാൻ പാടില്ല തന്നെ. എങ്ങനെയാണ് നീ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്ന വഴിയിലൂടെ കിട്ടിയതാണെന്ന് പറയാനുള്ള ശക്തിയില്ലാതെ പറയാൻ പാടില്ല തന്നെ. അത് ഹറാബ് തന്നെ. ഇമാം നവവി തങ്ങൾ തന്നെ ശറഹ് മുസ്ലിമിൽ പറയാണ്, ഈ ഉള്ളവനും അഷ്റഫിയും കൊടിന്നിയിൽ വെച്ചുകൊണ്ട് മുഖാമുഖം നടത്തി. SSFന്റെ കുട്ടികളെ നിലംപരിശാക്കി. അന്നു ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കേശം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ കേശമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. അതൊരു മുജ്തഹിദായ ഇമാമിനാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് മതവിധികൾ കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ളതാണ്. നമുക്കൊരു പക്ഷെ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല, നാം സാധാരണക്കാരാണ്. പക്ഷേ നാമാണ് പറയുന്നതെങ്കിലോ അത് ഇമാമുകളുടെ മുമ്പിലെത്തിയാൽ അത് ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ അതിന് വ്യക്തമായ രേഖയും അടിസ്ഥാനവും ഹാജരാക്കണമെന്നത് ഇമാമുമാർ നമ്മെ പഠിപ്പിച്ചു തന്ന ആശയമാകയാൽ അതുകൊണ്ട് തന്നെ തെളിവില്ലാതെ സ്വീകരിക്കാൻ പാടില്ല തന്നെ. വഹാബ് സഖാഫി പറയുന്നുണ്ട്, അത് ഹുക്മിൽ പറഞ്ഞതാണ്, ഹുക്കുമില്ലാത്തത് നിയമം, ആ നിയമമില്ല എന്ന് വേറേതോ സ്ഥലത്ത് മറുപടി പറയുന്നുണ്ട്. എന്റെ ക്ലിപ്പിട്ടുകാണ്ട് മറുപടി പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫ് ഉസ്താദ് കടന്നു വരികയാണ്. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്.
നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇമാം നവവി തങ്ങൾ പറയാണ്, ഞാൻ ഏതാനും ചില ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ദീനിന്റെ നിയമങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നന്നായി മനസ്സിലാക്കണം. എന്താ അവിടെ പറഞ്ഞത്? വമാ ലാ ഹുക്മ ഫീഹി, വിധിവിലക്കുകളിലില്ലാത്ത വിഷയമാണെങ്കിലും മൗദൂഅ്, വ്യാജം പറയാൻ പാടില്ല ആണെങ്കിലോ, അതാപ്പം തന്നെ ഇയാൾ ചോദിച്ചത്. സംഗതി അല്ല, എന്നാലും ആണെങ്കിലോ. എന്നിട്ട് നബി ഇമാം പറയുകയാണ്, വിധിവിലക്കുകളില്ലാത്ത കേവലം പ്രോത്സാഹനജനകമായ കാര്യമാവട്ടെ, ഭയപ്പെടുത്തുന്ന വിഷയമാവട്ടെ, ഉപദേശ നിർദ്ദേശങ്ങളാവട്ടെ, മറ്റെന്തുമാവട്ടെ, എവിടുന്നാ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതാണ് വിശദീകരിക്കണം. അതിൽ കേശം പെടൂല, അത് അഭയപ്പിക്കാർ പറയുന്നത്. മുടി അതിൽ പെടൂല. എന്നാൽ കേട്ടോ, വളരെ വ്യക്തമായി കേട്ടോ, ായിരിക്കുന്ന ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു അഹ്ലുസുന്നയുടെ കിതാബുകൾ ചിട്ടാ പറയുന്നത്, അഹ്ലുസുന്നയുടെ കിതാബുകളിൽ 100 കണക്കിന് ഇബാറത്തുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന് കഴിഞ്ഞ 27-ാം തീയതിയിൽ ഈയുള്ളവൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പഠിപ്പിച്ചു തരുന്ന? സംവാദത്തിൽ പഠിപ്പിച്ചു തരുന്ന വ്യവസ്ഥയിൽ അതല്ല ചർച്ച ചെയ്യുക, സംവാദത്തിലാ പഠിപ്പിച്ചു തരിക. നിങ്ങൾ നോക്കൂ, ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്താ പറയുന്നത്? ശാഫിഈ മദ്ഹബിന്റെ സമുന്നതനായ ഇമാമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ എസ്എസ്എഫുകാരാ, ഇത് ഇബ്നു തൈമിയുടെ കിതാബല്ല, ഇത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബല്ല. അഹ്ലുസുന്നയുടെ ആധികാരികതയുള്ള ഇമാമുമാരുടെ കിതാബുകളിൽ പറയുകയാണ്. എന്താ പറയുന്നത്? അന്ന റജുലൻ അതാ ബാബൽ മഹ്ദി, ഒരാൾ ഇമാം മഹ്ദിയുടെ അടുക്കൽ വരികയാണ്. വമഅഹു നഅലാനി, അയാളുടെ കയ്യിൽ 2 ചെരുപ്പുകളുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, ഫഖാല ഹുമാ നഅലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കയ്യിലുള്ള ഈ ചെരുപ്പുകൾ അല്ലാഹുവിന്റെ റസൂല് ധരിച്ചതായ ചെരുപ്പുകളാണ്. അയാൾ വന്നിട്ട് പറയാ, ഇത് അല്ലാഹുവിന്റെ റസൂല് ധരിച്ച ചെരുപ്പുകളാണ്. ആ സമയത്ത് പഠിച്ചു വെച്ചോ എസ്എസ്എഫുകാരാ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. പറഞ്ഞു കൊടുത്തോ, നിന്റെ ഉസ്താദുമാർക്ക് എത്തിച്ചു കൊടുത്തോ, ഇതൊരു സാമ്പിൾ ഇബാറത്ത് മാത്രമാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് ഇബാറത്തുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. 100 കണക്കിന് ഗ്രന്ഥങ്ങള് SKSSFന്റെ പണ്ഡിതന്മാരുടെ മുമ്പിലുണ്ടെന്ന് ബേജാറായതുകൊണ്ടല്ലേ നിങ്ങൾ വ്യവസ്ഥയുടെ ചർച്ച കലക്കിയത് എന്ന് ഞങ്ങൾക്കറിയാം. പഠിച്ചു വെച്ചോ, സാമ്പിൾ ഒരു ഇബാറത്ത് ഉദ്ധരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള ഈ ചെരുപ്പുകൾ, ഇത് റസൂലുള്ളാഹിന്റെ വാക്കല്ല, റസൂലുള്ളാഹിന്റെ പ്രവർത്തനമല്ല, റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിനെ പറ്റിയാ പറയുന്നത്. എന്റെ കയ്യിലുള്ള 2 ചെരുപ്പുകൾ റസൂലുള്ളാഹിന്റെ ചെരുപ്പുകളാണ്. ആ സമയത്ത് മഹ്ദി എന്താ ചെയ്തത്? മഹ്ദി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി മാ ഹുമാ ബിനഇലൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്നെയാണ് സത്യം, അത് റസൂലുള്ളാഹിന്റെ ചെരുപ്പുകളല്ല, റസൂലുള്ളാഹിന്റെ ചെരുപ്പല്ല. എന്നിട്ട് ചോദിക്കാണ്, എന്താ ചോദിച്ചതെന്നറിയോ? കൃത്യമായി പഠിച്ചു വെച്ചോ. മിൻ ഐന സാറത്താലഹു, എവിടുന്ന് കിട്ടി അയാൾക്കത് പറയണം. എവിടുന്ന് കിട്ടിയെന്ന് പറയണം. ഇന്ന സ്ഥലത്തിന് കിട്ടിയെന്ന് പറയണം. അയാൾക്ക് ഇന്ന സ്ഥലത്തിന് കിട്ടിയെന്ന് പറയണം. എവിടുന്ന് കിട്ടിയെന്ന് പറയണം. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പാണെന്ന് പറയാൻ, വല്ലാഹി മാ ഹുമാ ബിനൈലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ കൊണ്ടുവരുന്ന ചെരുപ്പുകളെ മൗദൂഇന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പറയാൻ പാടില്ല, ഹറാമാണ് എന്ന് ഇമാം സർകശി റളിയല്ലാഹു അൻഹു തന്റെ മുഖദ്ദിമത്തു ബിൽ സലാഹിന്റെ ശറഹിൽ വിശദീകരിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സനദ് വേണമെന്നുള്ളേക്ക് ഞങ്ങൾക്ക് ഇബാറത്തില്ലാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായിരിക്കുന്ന അബ്ദുൽ ഗനിയ്യുൻ നാബുൽസി ഈ വിഷയത്തെ പറ്റി എന്താ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമല്ലേ? ബഹുമാനപ്പെട്ടവർ പറയാണ്, അന്ന ശുഹറത കാഫിയത്തുൻ ഫീ സുബൂതി അസരിൽ ഖദം, തിരുശേഷിപ്പ് തെളിയിക്കാൻ
കാലങ്ങളായി നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകം ഉലമാക്കൾ പണ്ഡിതന്മാർ കാലങ്ങളായി അംഗീകരിച്ചു പോരുന്നതുണ്ടായാൽ അത് മതി. അത് മതി എന്ന് പറഞ്ഞാൽ എന്താ? കഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, കഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്നുണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇല്ലെങ്കിൽ സനത് തന്നെ വേണം എന്നാണ് എന്റെ അർത്ഥം. വുളു ചെയ്യുന്നയാൾ മുങ്ങിയാലും നെയ്യത്തോടുകൂടി മുങ്ങിയാലും മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുങ്ങുന്നില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ വുളു ഉണ്ടാക്കുന്ന നിർബന്ധമാണ്. പഠിച്ചോ? ഇബാറത്ത് അർത്ഥം വെക്കാൻ പഠിച്ചോ? എന്താണ് പ്രസിദ്ധപ്പെട്ടു പോരുക എന്ന് പറഞ്ഞാൽ? കുപ്രസിദ്ധനായ ഒരാള് കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം. പ്രസിദ്ധപ്പെട്ടു പോരുക എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എന്താ? കാന്തപുരം പ്രസിദ്ധനല്ലേ എന്നാ, നരേന്ദ്രമോദിക്ക് പോലും പരിചയമുള്ള ആളല്ലേ എന്നാ പറയുന്നത്. എന്നാൽ പഠിച്ചോ, അബ്ദുൽ ഗനി നാബുൽസി പറയാണ്, പ്രസിദ്ധപ്പെട്ടു പോരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാദിഹിൽ ആസാറുൻ നബവിയ്യത്തുല്ലതി ഇസ്തഹറത് ബൈനൻ നാസ് വയഅലമുഹാ അൽ ഖലഫു അനിസ് സലഫി. അതായത് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികളിലേക്ക് നിരാക്ഷേപം അംഗീകരിച്ചു പോരുക. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, അത് സനദ് തന്നെയാണ്. പഠിച്ചോ? അപ്പൊ രേഖപ്പെടുത്തപ്പെട്ട കൈമാറ്റ പരമ്പര എന്ന സനദ്, ആ സനദില്ലെങ്കിൽ കാലങ്ങളായി നിരാക്ഷേപം അംഗീകരിച്ചു പോരുക എന്ന സനദ് അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും എന്തായാലും അത്യാവശ്യമാണ്. ഇമാം അബ്ദുൽ ഗനി നാബുൽസി രേഖപ്പെടുത്തുകയാണ്. സനദ് കിതാബുകൾ പറഞ്ഞിട്ടില്ല. ഇനി ഒരു നിലക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തിരുശേഷിപ്പ് ആരെങ്കിലും നിഷേധിച്ചാൽ അതാണെങ്കിലോ എന്ന് പറയണമെന്നല്ല. മഹാനായിരിക്കുന്ന ശിഹാബുദ്ദീൻ അൽ ഖഫാജി റളിയല്ലാഹു തആല അൻഹു തന്റെ നസീമുൽ റിയാൽ എന്ന അഹ്ലുസുന്നയുടെ കിതാബിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കത്തിച്ചു നോക്കുക. കത്തിച്ചിട്ട് കത്തിയിട്ടില്ലെങ്കിൽ, കത്തിച്ചു നോക്കിയിട്ട് കത്താതെ അത് പരിശുദ്ധമായി നിലകൊണ്ടത് എടുത്തു കാണിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കാണെന്ന് തെളിയിച്ച സംഭവം ഇമാം ശിഹാബുദ്ദീൻ അൽ ഖഫാജി തന്റെ നസീമുൽ റിയാദിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സനദ് കൊണ്ട് തെളിയിക്കാൻ ഇമാമുകൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാലങ്ങളായി അറിയപ്പെട്ടു പോരണമെന്ന നിയമം വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഖുസൂസിയ്യത്ത് കൊണ്ട് തെളിയിക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അത് അഹ്ലുസുന്നയുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത്. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സനദ് വായിക്കാൻ കഴിയൂലെങ്കിൽ ഒരു 4 ചേർച്ച കൂട്ടിയിട്ടൊന്ന് കത്തിച്ചു നോക്കാനേ. കത്തൂലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് റസൂലുള്ളാഹിന്റേതാണ്. അതിന് ചെറുശ്ശേരി ഉസ്താദ് കോഴിക്കോട് വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ തൂവാലുണ്ടായിരുന്നു. ആ തൂവാലയിൽ ചളി പുരണ്ടാൽ തീയിലിടലായിരുന്നു പതിവ്. അതിന്റെ ചളിയൊക്കെ പോകും, പക്ഷേ തൂവാല കത്തൂല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത. ആ ഹദീസ് പറഞ്ഞപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത്? അത് ശിയാക്കള ഹദീസാണ്. സമസ്തന്റെ ജനറൽ സെക്രട്ടറിക്ക് കിതാബിലില്ല, അത് ശിയാക്കള ഹദീസാണ്. ഇമാം സുയൂത്തി തന്റെ ഖസായിസ് എന്ന കിതാബിൽ ഉദ്ധരിച്ച ഹദീസിനെ പറ്റി ഇയാൾ പറയാം അത് ശിയാക്കള ഹദീസാണ്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മനസ്സിലാക്കിക്കോ, എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ബറക്കത്തുകളെ തീരത്തി എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് യൂസുഫ് മുസ്ലിയാർ കട്ടുപ്പാറ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാണ്? ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ഈ പുസ്തകത്തിന്റെ ഇതിന്റെ 49ാമത്തെ പേജിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അന്ന് പറഞ്ഞ ആ ഹദീസ് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ 49ാമത്തെ പേജിൽ കണ്ടോ?
തവ്വലിൽ ബറക്കത്ത്. ഇബാദത്ത് ബിൻ അബ്ദുസ്സമദ് പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകൻ അനസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കത്തുന്ന അടുപ്പിലേക്ക് അഴുക്ക് പിടിച്ചൊരു ടവലിട്ട് പുറത്തെടുത്തപ്പോൾ അഴുക്ക് നീങ്ങി പാൽ പോലെ വെളുത്തിരിക്കുന്നതായി കണ്ടു. അനസ് പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം തുടച്ച ടവലാണ്. ഇതിൽ ചെളി പുരണ്ടാൽ ഇങ്ങനെ തീയിടുകയാണ് പതിവ്. പ്രവാചകന്മാരുടെ മുഖം സ്പർശിച്ച ഒന്നിനെയും തീ കരിക്കുകയില്ല. ഞാൻ പേരോടിനോട് ചോദിക്കട്ടെ, ചെറുശ്ശേരി ഉസ്താദ് ഈ ഹദീസ് പറഞ്ഞപ്പോൾ, ചെറുശ്ശേരി ഉസ്താദ് കോഴിക്കോട് വെച്ചുകൊണ്ട് ഈ നിർദ്ദേശം പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹസിച്ചില്ലേ? അത് ശിയാക്കളുടെ ഹദീസാണെന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഈ വിവാദം കേരളത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ അവതാരിക എഴുതിക്കൊണ്ട് കുറ്റ്യാടി പബ്ലിക്കേഷൻ, ബുദൂർ സാഫിറ പബ്ലിക്കേഷൻ കുറ്റ്യാടി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ 49ാമത്തെ പേജിൽ ഇതേ ഹദീസ് പറഞ്ഞതിന് നിങ്ങൾ അംഗീകരിച്ചില്ലേ? അപ്പൊ അതോ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവന്മാരുടെ ഈ മുടി എന്ന് പറയുന്നത് വ്യാജമാണ്. എന്തായാലും നിങ്ങൾ നോക്കൂ, ഇത് അബ്ദുൽ ഹക്കീം അസ്ഹരി എഴുതിയ പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകത്തിന്റെ പേര്? എപിയുടെ സ്വന്തം പുത്രനായ അബ്ദുൽ ഹക്കീം അസ്ഹരി. ഇയാളെ ഇത് തിരികേശം മദീനയുടെ സമ്മാനം. ഈ പുസ്തകത്തിൽ പറയുന്നത് ഹസ്രജ് മുഖാന്തിരം മർക്കസിൽ കിട്ടിയ മുടി എന്ന് പറയുന്നത് റാഫിഉ ബിൻ മാലിക് അസ്സുറഖി എന്ന് പറയുന്ന സ്വഹാബിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയത് എന്നാണ്. എന്നിട്ട് റാഫി റളിയല്ലാഹു അൻഹു പരമ്പരയിലൂടെയാണ് അഹ്മദ് ഹസ്രജ് കിട്ടിയത്. അയാളാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ സ്വഹാബി ഹിജ്റ 2ാമത്തെ വർഷം, ഹിജ്റ 3ാം വർഷത്തിൽ നടന്ന ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്നു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ഷഹീദായ ഒരു സ്വഹാബിയാണ്. പക്ഷേ റസൂലുള്ളാഹ് വിതരണം ചെയ്യുന്നത് ഹുദൈബിയ സന്ധിക്കു ശേഷമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, 6 കൊല്ലം റസൂലുള്ള മുടി വെട്ടുകയോ 6 കൊല്ലം റസൂലുള്ള മുടി വടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പ്രസംഗിച്ചില്ലേ? അപ്പോ റസൂലുള്ള മുടി വിതരണം ചെയ്തതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഷഹീദായി പോയ മനുഷ്യന്, ആ സ്വഹാബിക്ക് കിട്ടിയ മുടിയാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഇങ്ങനെ ഒരു സനദ് പറയുമ്പോൾ ആ സനദിൽ പറഞ്ഞ സംഭവവും ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അതിൽ പെട്ട വ്യക്തി മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ നന്നായി മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാരെ വിശദീകരിക്കും. പക്ഷെ ഞാൻ ചില പോയിന്റുകൾ പറയുകയാണ്. ഒരു സനദിൽ പറഞ്ഞ വ്യക്തിക്ക് ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ആ വ്യക്തി അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് കള്ളമാണെന്ന് തീരുമാനിക്കണം എന്ന് ഇമാമുമാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മർക്കസിലുള്ള മുടി കള്ളമുടിയാണ്. കാരണം ഇവർ പറഞ്ഞത് അത് മാലിക് ബിൻ റാഫിഉ സുറഖി റളിയല്ലാഹു അൻഹുവിലൂടെയാണ് കൈമാറിപ്പോന്നത് എന്നാണ്. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു ഹിജ്റ തങ്ങളുടെ മുടി വിതരണം ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ 3 വർഷം മുമ്പ് മരിച്ചുപോയ മാലിക് ബിൻ റാഫിഇന് എങ്ങനെ ഈ മുടി കിട്ടി? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ റസൂൽ 6 കൊല്ലം മുടി വെട്ടുകയോ വടിക്കുകയോ ചെയ്തിട്ടില്ല. ഹസ്രജിയുടെ മുടി നീണ്ട മുടിയാ. ഹസ്രജിയുടെ കയ്യിലുള്ള മുടി എന്ന് പറഞ്ഞാൽ നെറ്റിൽ നമുക്ക് കാണാൻ കഴിയും. എത്രയോ നീളമുള്ള മുടിയാ. അപ്പൊ നമ്മൾ ചോദിച്ചു, റസൂലുള്ളാഹിക്ക് അത്ര നീളമുള്ള മുടി ഉണ്ടാകുമോ? അപ്പൊ ആ ചോദ്യത്തിന് ഇവർ പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ നോക്കൂ, ആ ചോദ്യത്തിന് ഇവർ വ്യക്തമായ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 കൊല്ലം മുടി കളഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇത് ഷെയറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ സിറാജിൽ വന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്. ഇന്ന് അവരുടെ പുസ്തകത്തിൽ ഇത് വാങ്ങാൻ കിട്ടൂലട്ടോ, അതൊക്കെ പിൻവലിച്ചു. നോക്കൂ, OM തരുവണേരി ഇതിന്റെ 20ാമത്തെ പേജിൽ എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നത് നോക്കൂ. എന്താ പറയുന്നത്? കൂരിയാടിനെയും
അമ്പലക്കടവ്, കണ്ണാടിപ്പറമ്പ്, മൂത്തേടം, കൂടത്തായി തുടങ്ങിയവരെയും കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഹുസൈൻ മടവൂരി എന്നീ സഖ്യകക്ഷി പ്രതിനിധികളെയും 6 വർഷം ബാർബർ ഷാപ്പിൽ കയറ്റാതെ പോറ്റണം. എന്നിട്ട് നമുക്ക് മുടിയുടെ അളവെടുക്കാം. അപ്പോഴറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നീക്കം ചെയ്ത ഷഅർ മുബാറക്കിന്റെ നീളം. എന്നിട്ട് പറയാ തിരുകേശം നെഞ്ചോളമുണ്ട്. ഞാൻ പറയട്ടെ, ഇത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ ഇമാമുമാർ എഴുതി വെച്ചതിനെതിരാണ്. ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ മാക്സിമം അവിടുത്തെ മുടി നീണ്ടത് ചുമലുമ്മ തട്ടുന്ന വിധത്തിൽ മാത്രമാണ്. അതിനപ്പുറം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി ശരീരത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടില്ലേ ഇല്ല. ഇവർ പറയുന്നു നീണ്ട മുടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ മാക്സിമം നീളം ചുമലിൽ തട്ടി നിൽക്കുന്ന വിധത്തിലായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇമാമുമാർ 2 മറുപടിയാ പറയുന്നത്. ഇമാം നവവിയും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫതാവൽ കുബ്രയിലൊക്കെ പറഞ്ഞ മറുപടി എന്താ? അതേപോലെ തന്നെ ശറഹുൽ ഹംസയിലൊക്കെ പറഞ്ഞ മറുപടി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടിക്കാറാണ് പതിവ്. അതേസമയത്ത് ഇമാം ഹുനായി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റൊരു മറുപടിയാണ്. അതിനപ്പുറം റസൂലുള്ളാഹിന്റെ മുടി നീളാറില്ലായിരുന്നു. ഇവരെന്താ പറഞ്ഞത്? മീറ്ററോളം നീളമുള്ള മുടി റസൂലുള്ളാഹിക്കുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കണം, ആയിഷാബിയുടെ ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അൽ അദ്ബുൽ മുഫ്രദില്. ആയിഷാബിയുടെ കുടുംബത്തിൽപ്പെട്ട ചില കുട്ടികളുടെ മാർഗകല്യാണം നടക്കുമ്പോ അവിടെ പാട്ട് പാടാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരട്ടെ എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ ആയിഷാബി സമ്മതം കൊടുത്തു. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. അയാൾ നല്ല പാട്ട് പാടുന്ന ആളായിരുന്നു. പക്ഷേ ആയിഷാബി ആ സദസ്സിലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ കാന കസീറ ശൈരി, നീണ്ട മുടിക്കാരനായിരുന്നു. ആ സമയത്ത് ആയിഷാബി പറയാണ്, ഉഫ്ഫിൻ ശൈത്താൻ അഖ്രിജൂഹു അഖ്രിജൂഹു, ഇവൻ ചെകുത്താനാണ്, പുറത്താക്കൂ. നീണ്ട മുടി വെച്ച ആളെ പറ്റി ആയിഷാ ബീവി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആയിഷാ ബീവി ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞ ആ രൂപത്തിലുള്ള നീണ്ട മുടിക്കാരനായിരുന്നു അല്ലാഹുവിന്റെ റസൂല് എന്ന് കള്ളം പറഞ്ഞില്ലേ? അതാണ് നിങ്ങളുടെ മുടി കള്ളമുടിയാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്. പഠിച്ചു. ഇനിയും ഒരുപാട് തെളിവുകൾ പറയാനുണ്ട്. നിങ്ങളുടെ മുടി കള്ളമുടിയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അത് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തിരുശേഷിപ്പ് റസൂലിന്റേതാണെന്ന് പറയാൻ അത് സനദിലൂടെ കൈമാറി വന്നതാവണമെന്ന് ഇമാമുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തേ നിങ്ങൾ സംവാദത്തിന് വരാതിരുന്നത്? മണി പോലെ ഇബാറത്ത് ഞങ്ങൾ ഉദ്ധരിക്കും, സാമ്പിളിലൂടെ ഉദ്ധരിച്ചു. അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇസ്ലാമിക ലോകത്തിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കേണ്ടതുണ്ട്. അതൊരു ബലപ്പെട്ട സനദാണെന്ന് ഇമാം നാബുലുസി പറയുകയാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ചരിത്രം ഇമാമുമാർ അവരുടെ കിതാബുകളിൽ ഉദ്ധരിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്രയോ നമുക്ക് പറയാനുണ്ട്. ഇങ്ങനെയൊന്നുമല്ലാതെ ഒരു ഘട്ടത്തിൽ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അംഗീകരിക്കൂല. അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണല്ലോ ജീവനുണ്ടെങ്കിൽ ഇവര് സംവാദത്തിന് വരൂല. അന്ന് തനിയാമ്പറത്ത് വന്ന നൗഷാദ് ഹസനെ പിന്നെ മണ്ണാർക്കാട് കണ്ടില്ല. രാമന്തന് നമ്മളെ മധ്യസ്ഥനായിരുന്നു. മണ്ണാർക്കാട് വന്ന സഖാഫിമാരെ സൈദിമാരെ ഓരോന്നിനെയും പുലിക്കല്ല് കണ്ടില്ല. ഗുണ്ടകളെ പറഞ്ഞേച്ചിക്കാണ് ടീഷർട്ടും ബനിയനും പാന്റും ഇട്ട ക്ലീൻ സൈവാക്കിയ തല മറക്കാത്ത ആൾക്കാരെ. ഇനിയൊരു സംവാദം ഉണ്ടാകാൻ വ്യവസ്ഥക്കിരുന്ന ആരാ വരിക? ഞാൻ മനസ്സിലാക്കുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളായ ബംഗാളികളായിരിക്കും ഇവർ ഇറക്കുമതി ചെയ്യുക. ബംഗാളികളെ ഇറക്കുമതി. അഷ്റഫ് ഉസ്താദ് ഇപ്പൊ തന്നെ പഠിച്ചോളി ബംഗാളി ഭാഷ. കൈസാ ജനത കൊണ്ടുവരേണ്ടത്
അപ്പൊ നമ്മൾ ഉറുദു ഹിന്ദിയൊക്കെ പഠിക്കേണ്ടി വരും അടുത്തത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കിട്ടണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കൃത്യമായ വാദത്തിനു ശേഷം പ്രമാണം, പ്രമാണത്തിനു ശേഷം സ്ഥലം, സംവാദത്തിന്റെ സ്വഭാവം, സംവാദത്തിന്റെ ടൈം, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടൊരു സംവാദത്തിനാണ് ഞങ്ങൾ വ്യവസ്ഥക്കിരുന്നത്. സംവാദമല്ല മിന്നാനുണ്ടായത്. ഇൻഷാ അല്ലാഹ് എന്താണ് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പിറകെ നമ്മുടെ മധ്യസ്ഥൻ, കണ്ടോ, രാജകുമാരനായിരിക്കുന്ന നമ്മുടെ മധ്യസ്ഥൻ, അവരുടെ മധ്യസ്ഥൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? ഇവര് പ്രമാണമായിട്ട് ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ പ്രമാണം ഒന്ന് എഴുതി തരീ. അപ്പോ മധ്യസ്ഥനെ വിളിക്കണം, മുണ്ടാതിരുന്നോ, ഞങ്ങളാണ് പറയണേ കേട്ടത്, കലക്കാനല്ലേ നമ്മൾ വന്നിട്ടുള്ളത്, അത് വെച്ച് പ്രമാണം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇവിടെ ക്ലിപ്പിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് മിനിഞ്ഞാന്ന് നടന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ശക്തമായ വിശദീകരണം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അത് തനിയാമ്പുറം സംവാദ വ്യവസ്ഥയുടെ ചർച്ചയിലും, പാരിപ്പള്ളി ചർച്ചയിലും, മണ്ണാർക്കാട് ചർച്ചയിലും, പുലിക്കൽ ചർച്ചയിലും, സകലമായ ചർച്ചകളിലും ഞങ്ങൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂരിൽ സൂക്ഷിക്കുന്ന നബിയുടേതാണെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന ആ കേശങ്ങൾ നബിയുടേത് അല്ല. അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒന്നേ പറയാൻ ആണ് എന്ന് പറഞ്ഞിട്ട് ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ. വരില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹ്